പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ കുങ്കുമപ്പൂവ് വിളയുന്ന ഏക ഇടം കശ്മീരിലെ പാംപോറിലാണ്. ഇത്തവണ വലിയ നഷ്ടമാണ് കുങ്കുമപ്പൂ വിളവെടുപ്പിൽ ഉണ്ടായതെന്ന് കർഷകർ പറയുന്നു. പാംപോറിലെ കുങ്കുമപ്പൂവ് പാടത്തു നിന്നും ഞങ്ങളുടെ PR സുനിൽ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധവ്യഞ്ജനമാണ് കുങ്കുമപ്പൂ. കുങ്കുമപ്പൂ ഇന്ത്യയിൽ വിളയുന്നത് കശ്മീരിലെ പാംപോറിൽ മാത്രമാണ്. പാംപോറിലെ വിശാലമായ കുങ്കുമപ്പൂ പാടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കുങ്കുമപ്പൂവിന്റെ വിളവെടുപ്പ് കാലം ഇപ്പോൾ പൂർത്തിയായതേ ഉള്ളൂ. ഇപ്പോൾ ഈ പാടത്ത് ഒന്നോ രണ്ടോ പൂക്കൾ മാത്രം കാണാം. ഞാനിപ്പോൾ പാംപോറിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന കർഷകനായ ജാവേദിനൊപ്പമാണുള്ളത്. ഇവിടെ ഒന്ന് രണ്ട് പൂക്കളുണ്ട്. ഈ കുങ്കുമപ്പൂ കൃഷിയിലും അതിന്റെ വിളവെടുപ്പിലും ഒക്കെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്ന് ജാവേദിനോട് നമുക്ക് ചോദിക്കാം. ജാവേദ്, कैसे इस साल केसर कैसे निकाला? एक्चुअली इस साल बहुत कम क्रॉप आया है, वो समझ नहीं आ रहा है कि क्या कारण हो गया. कुछ ग्लोबल चेंजेस भी थोड़ा सा लग रहा है या हमारी बदकिस्मती भी लग रहा है. इस साल बहुत कम क्रॉप आया, तकरीबन 10 to 12% क्रॉप निकला इस साल. ये कैसे उसका कल्टीवेशन कैसे, थोड़ा बोल सकते हैं कैसे निकलेगा फूल? जैसे ये फूल निकलता है, इसका असली सीजन होता है 20 अक्टूबर to 10 नवंबर. इसका अभी हार्वेस्टिंग हो गया. अभी कुछ कुछ जगह पे कोई कोई फ्लावर्स हैं, इसको ना ऐसे हाथ से ऐसे ये पिकिंग करते हैं. इसको ना हार्वेस्टिंग ऐसा करना पड़ता है. ये जितना भी फूल है इसमें होता है रेड वाला 3 स्टिग्मा, येलो वाला 3 स्टिग्मा. एक्चुअली ये जो फ्लावर है इसमें होता है 6 स्टिग्मा. ये जो येलो वाला स्टिग्मा है ये होता है मेल स्टिग्मा, और जो ये होता है फीमेल स्टिग्मा. रेड वाला जो 3 स्टिग्मा है इसको बोलते हैं फीमेल स्टिग्मा. ये इसका पहचान होता है, मतलब जो ओरिजिनल स्टिग्मा है इसको खाने से आप आगे वाले दांत से चबाने पे ना इसका कड़वापन लगना चाहिए, बिटरनेस, एक अरोमा आएगा कड़वा सा, और कलर पीला. आप ऐसा कलर आएगा जैसे इस पे ना अभी दिखाएंगे, देखो ऐसा कलर आएगा. जैसे आप किसी शॉप से ना अगर केसर खरीदोगे उसको पानी में रख के ना फिर ऐसा करना, इसका ऐसा केसरी कलर आना, येलो कलर. ഈ മധ്യഭാഗത്ത് കാണുന്ന ഈ കേസരം ഈ 3 ഇതളുകൾ, ഫീമെയിൽ ഇതളുകൾ അല്ലേ, ഈ 3 ഇതളുകളാണ് ഫീമെയിൽ സ്റ്റിഗ്മയാണ്. ഇതാണ് നമ്മൾ കുങ്കുമപ്പൂവായിട്ട് എടുക്കുന്നത്. കർഷകരൊക്കെ തന്നെ ഈ സീസണിൽ വലിയ പ്രതിസന്ധിയിലാണെന്നാണ് ജാവേദ് പറയുന്നത്. 10% മാത്രമേ ഇത്തവണ വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. വലിയ നഷ്ടമാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായതെന്ന് പറയുന്നു. अभी कितना इसका कीमत कैसे? अभी जो कीमत है इसका जो ओरिजिनल केसर है उसको जो अभी हो सकता है इस साल एटलीस्ट 500 रुपीज पर ग्राम भी हो सकता है, मतलब ओरिजिनल सैफरान. अभी प्रेजेंट रेट है इसका 300 रुपीज, 300 രൂപ पर ग्राम. 300 രൂപ पर ग्राम. ഏതായാലും ലോകത്തെ ചുവന്ന പൊന്ന് എന്നറിയപ്പെടുന്നതാണ് കുങ്കുമപ്പൂ. അതിന്റെ ഏറ്റവും ഗുണമേന്മയുള്ള കുങ്കുമപ്പൂ ലഭിക്കുന്നത് ഈ പാംപോറിൽ തന്നെയാണ്. പാംപോറിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കുങ്കുമപ്പൂ വ്യാജമായിട്ട് ഒരുപാട് നമ്മുടെ വിപണികളിൽ ലഭ്യമാണ്. യഥാർത്ഥത്തിലുള്ള കുങ്കുമപ്പൂവാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. പിന്നെ കുങ്കുമപ്പൂ പാല് കുടിച്ചു കഴിഞ്ഞാൽ വെളുക്കുമെന്നും ഒക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും ശാസ്ത്രീയമായി വലുതായിട്ട് തെളിവില്ലാത്ത കാര്യങ്ങളാണ്. ആൾക്കാരിങ്ങനെ പറഞ്ഞു പരത്തുന്ന ചില അന്ധവിശ്വാസം എന്ന് കരുതിയാൽ മതി. പിന്നെ ഇത്തിരി വെളുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. വെളുത്തില്ലെങ്കിൽ കുറച്ചുകൂടി കരുത്തുണ്ടെന്ന് കരുതും. അത്യാവശ്യം നല്ല വിറ്റാമിനൊക്കെ ശരീരത്തുണ്ടെന്ന് നാട്ടുകാർ